ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മൈ സ്റ്റാറ്റസ് എസ് എൻ അസാസിൻ ഒബ്ജക്ട്സ് ദ ഹീറോസിൻ്റെ സീസൺ ഫിനാലെയാണ്. അതായത് അവസാന 3 എപ്പിസോഡായ 10ഉം 11ഉം 12ഉം. സോ എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ക്രോ പറഞ്ഞ കാര്യം കേട്ട് അക്കിര ഷോക്കായതായിരിക്കും കാണിക്കുക. ക്രോ അക്കിരയോട് നേരത്തെ പറഞ്ഞ കാര്യം എന്താണെന്ന് കാണിക്കും. ടാർഗറ്റ് എൻ്റെ സിസ്റ്ററിനെ കൊന്നവനായ ഗ്രാമാണ്. അമേലിയ, നിങ്ങൾ നിങ്ങളുടെ റിക്വസ്റ്റ് തിരികെ എടുക്കണം. എന്തിന്? നിന്നെ ഡീമൺ നിലയത്തിലേക്ക് കൊണ്ടുപോയാൽ എൻ്റെ റിക്വസ്റ്റ് ഫുൾഫിൽ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് വെപ്പൺസ് ക്രാഫ്റ്റ് ചെയ്തും മറ്റും ചെയ്യുവാനായിരുന്നു വന്നത്. നീ ആ റിങ്ങും എനിക്ക് തിരിച്ചു തരേണ്ട. അമേലിയ അത് കേട്ട് ടെൻഷനാവും. അക്കിര, വേണ്ട, കമാൻഡർ സാറിൻ്റെ മരണം ഗ്രാംസിൻ്റെ തന്ത്രമായിരുന്നു. അവനിപ്പോൾ നിന്റെ നേർക്കാണ് വീഴുന്നത് അമേലിയ. അവനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പെർഫെക്റ്റ് ചോയ്സ്. ക്രോ, നിനക്ക് ഓർമ്മയുണ്ടോ, ഗ്രാമിന് ചില പവർഫുൾ ആയിട്ടുള്ള പ്രൈവറ്റ് ഗാർഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിനവർ ഡ്രഗ്സിനോടാണ് നന്ദി പറയേണ്ടത്. നിനക്കതിനെ ബൂസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. അത് ഉപയോഗിച്ച് അവരുടെ കോമ്പാറ്റ് സ്കിൽസ് അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. അവന് വേണ്ട മെറ്റീരിയൽസ് ഡീമറേലത്തിൽ നിന്ന് നിന്നെ ലഭിക്കുകയുള്ളൂ. അതുണ്ടെങ്കിൽ ഒരുപാട് ബൂസ്റ്റേഴ്സ് ട്രോപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് അവനെ കൊല്ലണമല്ലേ? ക്രോ തലയാട്ടും. അക്കിര അവിടെ നിന്ന് എണീച്ച് പോവും. അമേലിയും, നിനക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. നമ്മളിൽ ആര് കാണുന്നതാണ് റിയാലിറ്റി എന്ന് പറയാൻ സാധിക്കില്ല. പിന്നീട് രാവിലെ ലിയ അമേലിയെയും അക്കിരയോടും ഇന്നലെ സംഭവിച്ചതോട് എന്നോട് ക്ഷമിക്കണം. അത് നീയൊന്നും തെറ്റായി ചെയ്തില്ലല്ലോ. കിങ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞതിന് എനിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. അദ്ദേഹം പറഞ്ഞത് നിനക്ക് ഗ്രാമിനെ അസാസിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അതെ. അതുമാത്രമല്ല, അമേലിയയും കിങ് എന്ന് ഇൻസേർട്ട് ചെയ്തു. അമേലിയ, ഞാനത് ഓർക്കുന്നു. അതിന് പകരമായി ഞാൻ നിങ്ങളെ ടൗണ് ചുറ്റിക്കാണിക്കാമെന്ന് പറയും. അമേലിയ, എന്നാൽ ശരി. അത് കേട്ട് ലിയയ്ക്കും സന്തോഷമാവും. സർ, ക്രോ നിങ്ങളും കൂടെ വരുമോ? ക്രോ ആണെങ്കിൽ ഒന്നും പറയില്ല. പിന്നീട് അവരെല്ലാം ടൗണിൽ കൂടെ കറങ്ങി നടക്കും. അമേലിയ, ഞാൻ അക്കിരിയോട് ഒത്തുപോകാം. ലിയ, നീ ക്രോയുടെ കൂടെ വന്നോ? എനിക്ക് കുറച്ച് സമയം അക്കിരിയോട് തനിച്ച് സ്പെൻഡ് ചെയ്യണം. ക്രോ അത് കേട്ട് ശരിയാണ്. അവർ കുറച്ചു നേരം തനിച്ച് നിൽക്കട്ടെ. നമ്മൾക്ക് സൺസെറ്റിന് ശേഷം സെൻട്രൽ ഫൗണ്ടേഷൻ പ്ലാസയിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവും. അക്കിര അമേലിയോട്, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? നീ ശ്രദ്ധിച്ചില്ലേ? ലിയയ്ക്ക് ക്രോന് ഇഷ്ടമാണ്. അക്കിര, അവർ രണ്ടുപേരും തമ്മിൽ ഒരു വലിയ ഏജ് ഗ്യാപ്പ് തന്നെയുണ്ട്. ഞാൻ കേട്ടത് ക്രോ അവളുടെ ഗ്രാൻഡ് ഫാദറിനെ പോലെയാണെന്നാണ്. അമേലിയ, അതൊന്നും സാരമില്ല. എനിക്ക് നിന്നോട് തനിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവരെന്നിട്ട് ഒരു സ്ഥലത്തേക്ക് മാറി. നീ ക്രോയുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യരുത്. ലാറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ ലൈഫിൽ മറ്റുള്ളവർ വില്ലൻസാണ്. നിനക്കത് അനുഭവപ്പെടുന്നില്ലേ? അക്കിര. പിന്നീട് നൈറ്റിനെയും ലാറ്റിയെയുമായിരിക്കും കാണിക്കുക. അവർ നടന്ന ഒരു ഷോപ്പിൽ കയറി ഫുഡ് കഴിച്ച് ആ കടയിൽ അവളുടെ ഓട്ടോഗ്രാഫൊക്കെ എഴുതി വെച്ച് പുറത്തു വരും. നൈറ്റ് ഇപ്പോൾ അവളുടെ കയ്യിൽ പെട്ടിരിക്കുകയായിരിക്കും. പിന്നീട് അമേലിയയും അക്കിരയും തന്നെയായിരിക്കും കാണിക്കുക. അമേലിയ, നീ എന്താ തീരുമാനിക്കുന്നത്? നിന്നെ കാണുന്നതുവരെ കമാൻഡർ സാറിനുമായി അവന് ചെയ്യുവാനുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ലായിരുന്നു. പക്ഷേ ഗ്രാമിനെ കൊന്നിട്ടില്ലെങ്കിൽ നീ ആപത്തിലാണ്. അമേലിയ, ഞാൻ സ്ട്രോങ് ആയിക്കോളാം. ഞാൻ സുരക്ഷിതയായിരിക്കും. അക്കിര അവിടെ നിന്ന് പോവും. സീൻ കട്ട് ചെയ്ത് ലിയയെയും ക്രോയെയുമായിരിക്കും കാണിക്കുക. അവൾ നമ്മൾ എവിടെയാണ് പോകുന്നത്? ക്രോ, ഞാനത് അവിടെ എത്തിയിട്ട് പറയാം. അവൾ എന്നെ ഒരു കുട്ടിയായി കാണുന്നത് നിർത്ത്. നീ എന്നെ പഠിപ്പിക്കുന്നത് റെഫ്യൂസ് ചെയ്തു. അതിനൊരു കാരണമുണ്ടായിരുന്നു. എനിക്ക് നിൻ്റെ മനസ്സ് നശിപ്പിക്കാൻ ഒരു ആഗ്രഹവുമില്ല. ക്രോ, അങ്ങനെ നമ്മൾ അവിടെ എത്തി. നോക്കുമ്പോൾ അവരുടെ ചുറ്റും ഒരുപാട് സ്പൈറൽ ലില്ലീസ് ഉണ്ടാവും. ലിയ ആ പൂക്കൾ കണ്ട് മയങ്ങി നിൽക്കുകയായിരിക്കും. ഏതോ ഒരു ഹീറോ ആണ് ഇതിവിടെ നട്ടത്. ഇതിനെ അവൻ്റെ വേൾഡിലും സ്പൈഡർ ലില്ലി എന്ന് തന്നെയാണ് ഇതിനെ വിളിക്കുന്നത്. ലിയ അത് തൊടാൻ പോകുമ്പോൾ ക്രോ അവളെ തടയും. ഇത് കാണാൻ മനോഹരമാണെങ്കിലും അത് വലിയ പോയിസൺ തന്നെയാണ്. ലിയ, പിന്നെ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ ഇതിലൂടെ ഇന്നലെ ടൗണിലേക്ക് പോയപ്പോഴാണ് ഇത് കണ്ടത്. അത് നിന്നെയും കാണിക്കണമെന്ന് തോന്നി. അവരങ്ങനെ ഓരോന്നും സംസാരിക്കും. പിന്നെ നമ്മുടെ സുക്കാസയെയും ടീമിനെയായിരിക്കും കാണിക്കുക. അവർ ഒരു മൃഗത്തിനെ കൊന്ന് കാട്ടിൽ ടെൻറ്റൊക്കെ കെട്ടി തീയൊക്കെ കത്തിച്ച് അവിടെ സ്പെൻഡ് ചെയ്യും. നമ്മുടെ വേൾഡിൽ നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ മുതൽ അക്കിര എന്നോട് നടന്നിട്ടില്ല. അവൻ എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ചിലപ്പോൾ അവൻ ആളുകൾ ഇൻട്രസ്റ്റ് അല്ലായിരിക്കും. സ്ട്രോങ്ങർ ആവുന്നതായിരിക്കും അവൻ്റെ ലക്ഷ്യം. നമ്മൾ സാധാരണ മനുഷ്യരെക്കാൾ കുറച്ച് മാത്രമാണ് സ്ട്രോങ്ങർ. പേരില്ലാത്ത ഹീറോ. പക്ഷേ അക്കിര ഡിഫറെൻ്റ് ആണ്. ഞാൻ അതിനോട് വെറുക്കുന്നു. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ ജീവിതത്തിലെ ചോയ്സിനെ കുറിച്ച് ഒരു സംശയവുമില്ല. പിന്നീട് സിറ്റിയിൽ, അമ്മേരെ, നീ അത് ചെയ്യുന്നുണ്ടോ? എനിക്കത് ചെയ്യാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. നീ ഇപ്പോൾ അത് ചെയ്യാനായില്ല. നിൻ്റെ മൈൻഡ് ശരിയല്ല. എല്ലാം ഓക്കെ ആയതിനു ശേഷം ഫൈറ്റ് ചെയ്യാം. ഞാൻ ഈ കാര്യം ചെയ്താൽ നിനക്ക് എന്നോടുള്ള വെറുപ്പ് കൂടും. ഇല്ല, എനിക്ക് എന്നെ സ്നേഹിച്ച ആളെയാണ് വേണ്ടത്. അപ്പോഴായിരിക്കും ഒരു ചെറിയ കുട്ടി എനിക്കത് എവിടെയും പോകേണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്നത് അക്കിര കാണുക. അക്കിര അത് കണ്ട് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരും. അക്കിരയുടെ റിയൽ വേൾഡിൽ അവൻ്റെ അനിയത്തി ഇതുപോലെ തന്നെ എനിക്ക് എവിടെയും പോകേണ്ട, എവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കും. അവരിപ്പോൾ നിൽക്കുന്ന റൂം വെക്കേറ്റ് ചെയ്യുകയായിരിക്കും. നമ്മൾ എന്തിനാണ് ഇവിടം വിട്ടു പോകുന്നത്? അമ്മ ക്ഷമിക്കണം മോളെ,
അത് സാധിക്കില്ല. എൻ്റെ അച്ഛനെ കാണാതായി. അതുകൊണ്ട് ഞങ്ങൾക്ക് അധിക നേരം വാടക കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഓരോന്ന് കുറിച്ച് അക്കിര ചിന്തിക്കും. യൂയി ഞാൻ വരില്ല എന്ന് തന്നെ പറയും. നമ്മുടെ അച്ഛൻ പോയി. അക്കിരയില്ല. യൂയി പ്ലീസ് ഞങ്ങളോട് വരണം. ഒരാളെ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. പിന്നീട് അവർ ഒരു ചെറിയ വീട്ടിലേക്ക് അവരുടെ താമസം മാറ്റും. ഇത് ചെറുതാണ്, പക്ഷെ 3 പേർക്ക് ഇവിടെ സുഖമായി താമസിക്കാം. അക്കിര പ്രസൻറ്റിൽ ഓരോ മെമ്മറിയും ആലോചിക്കും. അമേലി എന്താ പ്രശ്നം? ഒന്നുമില്ല. ഞാൻ ഒരു മർഡർ ചെയ്തിട്ട് എനിക്ക് എൻ്റെ അമ്മയോടും യൂയിയോടും സമാധാനമായി താമസിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? പിന്നീട് പ്രസൻറ്റിലെത്തിയ അക്കിരയുടെ വേൾഡിലെ അവൻ്റെ വീട്ടിൽ അവിടെ ന്യൂസിൽ ഹൈസ്കൂൾ 28 കുട്ടികളെ കാണാതായിട്ട് ഇപ്പോൾ 1 മാസമായി. അവർ എവിടെ പോയി എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ആ ഡിന്നറിന് ശേഷം എന്ത് സംഭവിച്ചു? ഇതെല്ലാം അവൻ്റെ അനിയത്തി കേൾക്കുന്നുണ്ടാവും. അക്കിര എവിടെ പോയി? അവനെന്ത് ഇതുവരെ വരാത്തെ? അവനില്ലാത്തത് കൊണ്ട് ഞാനാണ് കുക്ക് ചെയ്തത്. അവൻ്റെ അമ്മ അക്കിര ഉറപ്പായും തിരികെ വരും. കാരണം അവനെ എനിക്കറിയാം അമ്മേ എന്ന് യൂയി പറയും. പിന്നീട് നമ്മുടെ ലാറ്റിയെയായിരിക്കും കാണിക്കുക. അവർ അങ്ങനെ ഉറുക് സിറ്റിയിൽ എത്തിയിട്ടുണ്ടാവും. നൈറ്റ് ആണെങ്കിൽ അവളുടെ അടുത്ത് പെട്ടിരിക്കുകയായിരിക്കും. പിന്നീട് ലാറ്റി ഈ സിറ്റി കാണാൻ അതിമനോഹരമാണ്. എല്ലാം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കും. നൈറ്റ് എന്നാൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയാലോ? അവൾ എന്നിട്ട് അവിടേക്ക് നടന്നു വന്നുകൊണ്ടിരുന്ന ഒരാളുടെ അടുത്ത് ചെന്ന്, നീ ഒരു അഡ്വഞ്ചർ അല്ലേ? ഞാൻ നിൻ്റെ പക്കലൊരു സോഡ് കണ്ടിരുന്നു. അതിനിപ്പോൾ എന്താ? നല്ല പ്ലേയിങ് ജോബ്സ് ഈ ഗൈഡിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ കേട്ടിരുന്നു. എന്നെ എടുക്കുമോ? ഇല്ല, ഡീമൺസ് ഈ സിറ്റിയിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. എന്തു തരം? അത് എനിക്ക് പബ്ലിക്കായി പറയാൻ സാധിക്കില്ല. അവൻ ലാറ്റിയുടെ വേണ്ടാത്ത സ്ഥലത്തൊക്കെ നോക്കി. ഞാനത് പ്രൈവറ്റായി പറയാം. നീ എന്താണ് പറഞ്ഞു വിട്ടത്? നിങ്ങൾ ഒരുപാട് സുന്ദരിയാണ്. നന്ദി, പക്ഷെ ഞാൻ ആരോടും റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്നിട്ട് അവിടുന്ന് സാഡായി പോവും. പെട്ടെന്നായിരിക്കും നൈറ്റ് അക്കിരിയുടെ ഓർഡേഴ്സ് ടെലിപ്പതി വഴി കേൾക്കുക. പിന്നീട് നൈറ്റ് നമ്മൾക്ക് കിട്ടിയ മിഷൻ ഗ്രാം ക്ലസ്റ്ററിനെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. ലാറ്റി അത് രാത്രിയിൽ ഈസി ആയിരിക്കും. ഈ സമയം നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോകാം. ലാറ്റി എന്നിട്ട് അഡ്വഞ്ചേഴ്സ് ഗിൽഡിൻ്റെ സെൻറ്ററിൽ പോവും. അവിടെയുണ്ടായിരുന്ന ഒരുത്തൻ ലാറ്റിയോട് മോശമായ രീതിയിൽ പെരുമാറും. നമുക്ക് കുറച്ച് ഫണ്ണായാലോ? ലാറ്റി എനിക്കതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവനെ അവിടെ എഴുത്തും. അവൾ പിടിച്ച ഹാർബറിൻ്റെ സ്ഥലത്ത് ക്രാക്ക് വന്നിട്ടുണ്ടാവും. ലാറ്റി ഇതിൻ്റെ മുകളിൽ ഒരു ഹിഡൻ സ്പേസ് ഉണ്ട്. നൈറ്റ് എനിക്കും അത് കാണാം. ലാറ്റി അത് എന്താണെന്ന് നോക്കുമെന്ന് പറഞ്ഞ് നൈറ്റിനെ അവിടേക്ക് എടുത്ത് ചാടും. നൈറ്റ് നേരെ അതിൻ്റെ മുകളിൽ പോയി വീഴും. അവിടെ നൈറ്റ് എന്തോ കാര്യം കണ്ട് ഷോക്കാവും. പിന്നീട് നൈറ്റ് അത് അക്കിരിയോട് കാണിച്ചു കൊടുക്കും. ഡീമൺസുമായിട്ടുള്ള ഡീൽസിൻ്റെ റെക്കോർഡ്സ്, ബൂസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഷെഡ്യൂൾ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഇതെല്ലാം വായിച്ച് നീ പറഞ്ഞത് ശരിയാണ് ക്രോ. അക്കിരി ഇതെല്ലാം ഒറിജിനൽ തന്നെയാണ്. നിനക്കത് എവിടെ നിന്നാണ് കിട്ടിയത്? അഡ്വഞ്ചേഴ്സ് ഗിൽഡിൻ്റെ സീലിങ്ങിൽ നിന്ന്. അവരാരും അവിടെ വേറെ ആരും പോകുമെന്ന് കരുതിയിരുന്നില്ല. ലാറ്റി എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. അത് എല്ലാം ആ വലിയ മാൻഷനിൽ നിന്ന് കണ്ടെത്താൻ സമയം വേണം. പിന്നീട് കാച്ചിൽ ഗ്രാം, ഞാൻ എന്തിനാണ് നിങ്ങളെ ഇവിടെ വിളിച്ചതെന്നറിയുമോ? കാരണം നിങ്ങൾക്കാണ് ആ ഡോക്യുമെൻറ്റ്സ് അവിടെയാണെന്നുള്ളത് അറിയൂ. അത് കാണാതായി. അതിനർത്ഥം നിങ്ങളൊരാൾ ട്രൈറ്ററാണ്. അവർ ഞങ്ങളൊന്നുമല്ല എന്ന് പറയും. അതിലൊരുത്തൻ പേടിക്കുന്നത് കണ്ട് ഗ്രാം ചിരിച്ച് അവനെ സോൾജർ അവനെ കൊല്ലും. ആരാണ് എന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വക ഒരു റിവാർഡുണ്ട്. പിന്നീട് അക്കിര, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? എനിക്കെൻ്റെ ലീഡ്സ് കിട്ടി. അതൊരു കോൺസ്പിറസിയാണ്. ഉറുക് സിറ്റിയിൽ വാർ ഉണ്ടാകുന്നു. ഗ്രാം അതിലൊരു പ്രധാന കണ്ണിയാണ്. ഗ്രാമിന് റിയൽ പൊളിറ്റിക് പവർ ഒന്നുമില്ല, പക്ഷെ അവൻ ഇപ്പോഴും റോയലാണ്. ഞാനത് നേരത്തെ കണ്ടെത്തണമായിരുന്നു. നിങ്ങൾക്കറിയില്ല, റിട്ടയേഴ്സ് കിങ് അവൻ്റെ മരിച്ചുപോയ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ വീസ് ചെയ്തു. അതിന് അവൻ വലിയ വില കൊടുക്കേണ്ടി വന്നു. ഈ വേൾഡിൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്തു അല്ലേ? അസംഭവ്യം. എൻ്റെ റീസറക്ഷൻ മാജിക്കിന് പോലും വർക്ക് ചെയ്യുന്നത് മരിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ വരെ മാത്രമാണ്. അതൊരു സ്കില്ലാണ്. അതിനെ എക്വിവാലൻ്റ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നു. അത് ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് ആളുകളുടെ ജീവൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. നൈറ്റ്, നിങ്ങൾക്ക് റിട്ടയേഴ്സിനെ കുറിച്ച് ഒരുപാട് നോളജ് ഉണ്ടല്ലോ. ജിലേഴ്സ് നൈറ്റ് ഓർഡറിലെ അവരുടെ ഒരു പാർട്ടാണ്. അവൻ പറഞ്ഞത് അവർ കിങ്ങിനെ യമട്ടുവുമായി വാർ ചെയ്യുന്നത് തടഞ്ഞു. പെട്ടെന്നായിരിക്കും അക്കിര പേപ്പർ കീറിക്കളയുക. ഇതു കാരണം ഗ്രാമിൻ്റെ ചെറിയൊരു സമയം മാത്രമേ പോയിട്ടുള്ളൂ. അവൻ അധികം വൈകാതെ തന്നെ ആളുകളെ ട്രാഫിക് ചെയ്യുന്നത് തുടരും. റിട്ടയേഴ്സിനെ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എവിഡൻസ് വേണം. അധികം കുട്ടികളും അവരെ സമൺസ് ചെയ്തത് റിട്ടയേഴ്സ് റോയൽസ് പ്ലേസിൽ തന്നെയാണല്ലേ? വാർ വരുന്നുണ്ട്. അവൻ പൊട്ടൻഷ്യൽ ഉള്ള ഹീറോസുമായി സംസാരിക്കണം. അവരുടെ എല്ലാം വിധി നിൻ്റെ കയ്യിലാണ്. എനിക്കറിയാം, ഗ്രാമിനെ കൊന്നാൽ ഒരു വലിയ വാർ തന്നെ ഇല്ലാതാവും. ശരിക്കും എനിക്കത് റിപ്പോർട്ട് ചെയ്യണം. അമേലിയ എനിക്ക് കുറച്ച് ശുദ്ധമായി ശ്വസിക്കണം. അവിടെ നിന്നിട്ട് സ്പ്ലിറ്റായ അക്കിര ബുക്ക് സ്റ്റാളിലേക്കും ലാറ്റിയും അമേലിയയും ഫുഡ് ഫെസ്റ്റിവലിലേക്കും പോവും. ഒരുത്തൻ അക്കിരയുടെ ബാഗ് കണ്ട് ഓടി പോകുന്നുണ്ടാവും. നൈറ്റ് അവൻ്റെ
പിന്നീട് നൈറ്റും അക്കിരയും ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കും. എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു നിന്നെ എന്തോ അലട്ടുന്നുണ്ടെന്ന്. അത് എന്താണെന്ന് പറയാം എന്നോട്. എല്ലായ്പ്പോഴും ഞാൻ നിൻ്റെ ഫെമിലിയറാണ്. നമുക്ക് ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കും. നീ ഒരു മനുഷ്യനാണ്. നിൻ്റെ ലൈഫ് സ്പാൻ വളരെ കുറച്ച് മാത്രമാണ്. നിൻ്റെ ഫെമിലിയർ എന്ന നിലയ്ക്ക് നമ്മുടെ ഫീലിങ്സ് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതോർത്ത് റിഗ്രറ്റ് ചെയ്യരുത്. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ എൻ്റെ ഫാമിലിയോട് സംസാരിക്കാൻ പറ്റാത്തതിൽ റിഗ്രറ്റ് ചെയ്യുന്നു. ഞാൻ കരുതിയതിനേക്കാൾ ഒരുപാട് വീക്കറാണ്. ഗ്രാമിനെ കൊല്ലേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാനൊരു അസാസിനാണ്. എനിക്കതിൻ്റെ ജോലി കൃത്യമായി ചെയ്യണം. ഞാൻ ആ ഡീമണിനെയും കൊന്നില്ല. എൻ്റെ ബ്രെയിൻ അതിന് സമ്മതിക്കുന്നില്ല. എനിക്കതിന് ചെയ്യാൻ സാധിക്കില്ല. നീ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. കുറച്ചുകൂടെ നല്ലോണം ചിന്തിക്ക്. ഇതെൻ്റെ പുതിയ ലൈഫാണ്. അത് തന്നത് നീ തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും എൻ്റെ പാസ്റ്റിൽ ആണ്. നിന്റെ മനസ്സിന് ഒരുപാട് കട്ടിയുണ്ട്. അത് ശരിയാണ്. ആർക്കാണ് എന്നെപ്പോലെയുള്ളൊരു മോൺസ്റ്ററിനെ ഇഷ്ടപ്പെടുക? എനിക്ക് നീയും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമില്ല. അത് പറയുന്നത് ചില സമയങ്ങളിൽ നിനക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും നിന്നെ സ്നേഹിക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും കഴിയേണ്ടി വരും. അതിന് നിന്നെ പിഴക്കേണ്ടതില്ല അക്കിര. പക്ഷേ എനിക്കതിനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. മാസ്റ്റർ, നിങ്ങൾ സ്ട്രോങ് ആണ്. നീയാണ് ഒരു അർത്ഥമുള്ള പുതിയ ലൈഫ് എനിക്ക് തന്നത്. എനിക്കറിയാം എന്തിനാണ് ഡീമൺ ലോർഡ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് ചെയ്തതെന്ന്. നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും. എനിക്ക് ഗ്രാമിനോട് അവൻ മരണത്തിന് അർഹനാണെന്ന് പറയണം. ഞാൻ തീരുമാനിച്ചു അതിനുശേഷം എന്ത് ചെയ്യണമെന്ന്. എനിക്കും അത് നിർത്തണം. നീ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ. നമ്മൾ മാഹിറുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ നീ കമാൻഡർ സാരനായി ഷേപ്പ് ഷിഫ്റ്റ് ചെയ്തു. നീ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നൈറ്റ് അത് കേട്ട് ഷോക്കായി. അത് ഞാൻ നിന്നോട് ഒരു ദിവസം പറയാമെന്ന് കരുതി. അത് വൈകിപ്പോയോ നേരത്തെയോ? അക്കീര നൈറ്റിനെ എന്നിട്ട് അവൻ്റെ കയ്യിൽ വെച്ച് തടവും. എനിക്ക് പൂച്ചകളെ വളരെ ഇഷ്ടമാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ എൻ്റെ ഫെമിലിയർ ആക്കിയത്. പിന്നീട് അക്കീരയും നൈറ്റും അമേലിയും ലാറ്റിയും അഡ്വഞ്ചേഴ്സ് ഗിൽഡിൻ്റെ ഓഫീസിൻ്റെ പുറത്ത് നിൽക്കും. നേരത്തെ ലാറ്റി അവിടെ പ്രശ്നമുണ്ടാക്കിയത് കാരണം എന്നെ അകത്തുള്ള ആളുകൾ തിരിച്ചറിയും. അതുകൊണ്ട് ഞാൻ വീഴുന്നില്ലെന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കും. അക്കീരയും അമേലിയും അകത്തേക്ക് കയറും. അകത്തുള്ള ആൾ ഇത് പിള്ളേർക്ക് കയറി വരാനുള്ള സ്ഥലമല്ല. അമേലിയ, ഞങ്ങൾക്കറിയേണ്ടത് ഗിൽഡ് മാസ്റ്ററിന് അടുത്തായി എന്താണ് ചെയ്യുന്നതെന്നാണ്. അയാൾ ഞാൻ നിങ്ങളോട് അത് പറയില്ല. അവൻ അമേലിയെ നോക്കി ഞാൻ നിന്നോട് എങ്ങനെ മുതിർന്നവരെ ബഹുമാനിക്കുമെന്ന് പഠിക്കുമെന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ വരും. അക്കീര അത് തടയും. വീണ്ടും അടിക്കാൻ പോകുമ്പോൾ നിർത്ത് എന്ന് പറഞ്ഞ് വീൽചെയറിൽ ഒഴുത്തി വരും. കിഴിയ, നീ എന്തിനാണ് എന്നെ തടഞ്ഞത്? അവൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഇവിടുത്തെ അഡ്വഞ്ചേഴ്സിൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് പറയുമ്പോഴായിരിക്കും. പ്രിൻസ് അമേലിയ, അങ്ങനെയാണെങ്കിൽ അക്കീരയെ നോക്കി നിങ്ങളാണോ സൈലൻ്റ് അസാസിൻ? അത് കേട്ട് മറ്റവൻ എന്ത് എന്ന് പറഞ്ഞ് ഷോക്കാവും. പിന്നീട് അവൻ ബോട്ടിൽ ബിയർ ഒഴിച്ച് എൻ്റെ ബിഹേവിയറിന് ക്ഷമിക്കണം. അവൾ നിനക്ക് സൈലൻ്റ് അസാസിനെ കുറിച്ച് അറിയില്ലേ? എനിക്കതൊക്കെ അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്. അമേലിയ, എന്നാൽ പിന്നെ എന്താ നീ അക്കിരിയോട് ഫൈറ്റ് ചെയ്യാൻ പോയത്? അതൊന്നുമില്ല. അവൾ റോൾ ഒരു പൊട്ടനായിരിക്കാം, പക്ഷെ വൃത്തികെട്ടവനല്ല. അവനത് കേട്ട ശേഷം നീ എന്തിനാണെന്ന് പൊട്ടനെന്ന് വിളിച്ചേ? അത് വരുന്നവരോട് വെറുതെ ഫൈറ്റ് ചെയ്തിട്ട് റോൾ അക്കിരയുടെ മുമ്പിൽ മുട്ടുകുത്തി എന്നെ നിങ്ങളുടെ ശിക്ഷനാക്കണം. അക്കിര, ഞാൻ സ്റ്റുഡൻസിനെ എടുക്കാറില്ല. പെട്ടെന്നായിരിക്കും ഒരാളുടെ വോയിസ് അവിടെ കേൾക്കുക. അക്കിര, അങ്ങനെ അവനവിടെ എത്തി അല്ലേ? നോക്കുമ്പോൾ ഗ്രാം. പ്രിൻസസ് അമേലിയ. അവൻ വണങ്ങി. ഞാനാണ് ഉറുക് സിറ്റിയിൽ അഡ്വഞ്ചേഴ്സ് ഗിൽഡിൻ്റെ മാസ്റ്റർ ഗ്രാം ക്ലസ്റ്റർ. അത് കേട്ട് അക്കിര ഗ്രാമിനെ നോക്കും. ഗ്രാം പറയാൻ തുടങ്ങും. പ്രിൻസസ് അമേലിയ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാനുണ്ട്. അതുകേട്ട് ദയവായി എൻ്റെ മാൻഷനിൽ വരണം. അക്കിര അത് കേട്ട് എഴുന്നേൽക്കും. ഗ്രാം, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇതിൽ ഇൻറ്ററപ്റ്റ് ചെയ്യരുത്. റോൾ ടെൻഷനായി. നിങ്ങൾ ഗിൽഡ് മാസ്റ്റർ ആയാലും അല്ലെങ്കിലും ഒരിക്കലും സൈലൻ്റ് അസാസിനെ ഇൻസൾട്ട് ചെയ്യരുത്. എനിക്കവൻ ആരാണെന്ന് കൃത്യമായി അറിയാം. നമ്മുടെ സിറ്റിയിൽ വലിയ റോൾ തന്നെ ഇവൻ കാരണം വന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർ പൊട്ടന്മാരാണ്. റോൾ അതുകേട്ട് ടെൻഷനാകുമ്പോൾ അക്കിര അവനെ തടഞ്ഞ് എൻ്റെ ടൈം, എൻ്റെ ചോയ്സ്. എന്നോടാരും പറഞ്ഞതില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. ഗ്രാം, ഓ കഷ്ടമായിപ്പോയി. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ലൈഫ് കൊടുത്ത് നിന്നെ പാലസിൽ നിന്ന് പുറത്തെത്തിച്ചു. നീ എത്ര കൃത്യമായി ആരെക്കുറിച്ചാണ് പറയുന്നത്? സാരൻ മിട്രി. അതൊരു ഷോ മാത്രമായിരുന്നു. എനിക്ക് ഒരുപാട് വിഷമം വന്നു. ഞാൻ നൈറ്റ് ട്രാവൻസിനടുത്ത് ക്യാമറാസ് വെച്ചതിൽ അക്കിര കേട്ടതിൽ സന്തോഷം. എന്ത് നീ പറയുന്നത്? നിനക്ക് നിൻ്റെ ഫുട് പ്രിൻറ്റ്സ് കാണണമെന്നാണോ? എൻ്റെ അടുത്തുമുണ്ട്. തീർച്ചയായും സമ്മതിക്കുന്നു. എൻ്റെ ഫേസ് പതിഞ്ഞത് വലിയ മിസ്റ്റേക്കാണ്. ഞാനത് വളരെ പാടുപെട്ടാണ് കണ്ടുപിടിച്ചത്. സോൾജേഴ്സ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരും. കെറിയ അവരെ തടയാൻ നോക്കുമെങ്കിലും അതിലൊരു സോൾജർ അവളെ വീൽചെയർ അടിച്ച് തകർക്കും. പ്രിൻസസ് അമേലിയെ പിടിക്കി. തടസ്സമായ ആര് വന്നാലും അവരെ കൊന്നുകളാം. അക്കിര, റോൾ, കെറിയ എടുത്ത് പുറത്തു പോ. അക്കിര എന്നിട്ട് അവൻ്റെ വെപ്പൺസ് എടുത്ത് സോൾജേഴ്സിനെ അറ്റാക്ക് ചെയ്യും. അക്കിര കോൺസെൻട്രേഷൻസ് യൂസ് ചെയ്യുമെങ്കിലും അവർ എന്തോ വിഷൻ ഉപയോഗിച്ച് അക്കിരയെ കാണും. അമേലിയ, അക്കിര, നിന്നെ അവർക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ടോ?
ഗ്രാം എനിക്കറിയാമായിരുന്നു അവന് അഡ്വാൻസ് കോൺഷ്യസ് പ്രസൻസ് സ്കിൽ ഉണ്ടെന്ന്. അത് ക്യാമറയിൽ അത് പതിഞ്ഞിരുന്നു. എനിക്ക് മിസ്റ്റിക്കൽ ഐ ഉണ്ട്. സാരൻ ഡെവലപ്പ് ചെയ്തത്. സോൾജേഴ്സ് അക്കിരയെ അറ്റാക്ക് ചെയ്യുമ്പോൾ അക്കിര കോൺഷ്യസ് പ്രസൻസ് യൂസ് ചെയ്താലോ? അമേലിയ അവരുടെ നേരെ ഗ്രാവിറ്റി മാജിക് ഉപയോഗിക്കും. പക്ഷേ അവർ അതിൽ നിന്ന് രക്ഷപ്പെടും. അക്കിരയാണെങ്കിൽ അമേലിയയെയും കൂട്ടി ചാടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ലാറ്റി അവരുടെ മുമ്പിൽ വരും. ലാറ്റി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവരെയും കൊണ്ട് ഉറുക് സിറ്റിയുടെ മുകളിൽ കൂടെ ഫ്ലൈ ചെയ്തു പോകുമ്പോൾ അമേലിയ അക്കിരയുമായുള്ള ചില നല്ല നിമിഷങ്ങൾ ഓർക്കും. അവിടെ നിന്നിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് എത്തും. ലാറ്റി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് എങ്കിലും ഒരിക്കൽ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. പിന്നീട് ക്രോ നിങ്ങൾ ഗ്രാമിനെ കണ്ടോ? അതെ, അവൻ്റെ കൂടെ ബൂസ്റ്റേഴ്സ് സോൾജേഴ്സും ഉണ്ടായിരുന്നു. അവർ നിങ്ങളെ ഇൻജോർഡ് ചെയ്തു. അത് ശരിക്കും ഫോർബിഡലാണ്. എനിക്ക് അവരോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാം, പക്ഷേ അവരുടെ എണ്ണം കൂടുതലായിരുന്നു. എൻ്റെ അറ്റാക്ക് കൊണ്ട് അവർക്കൊരു ഡാമേജും കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കണം എൻ്റെ ബ്ലോസ് ഡിസപ്പിയർഡ് ആണ്. അവർ തീർച്ചയായും ബഫ് ചെയ്തിട്ടുണ്ടാവണം. അവരുടെ ഗിയറിൽ മാന ജനറേറ്റ് ആവുന്നത് ബൂസ്റ്റേഴ്സിൽ നിന്നാണ്. നിനക്ക് അവരെ തോൽപ്പിക്കാൻ സാധിക്കുമോ? ക്രോ നീ ഒരു അസാസിനാണ്. നിനക്ക് നിൻ്റേതായ വഴികളുണ്ടാവും. അമേലിയ ഒന്ന് നിൽക്ക്. നീ എന്തിനാണ് അക്കിരയെ ഈ ജോലി ചെയ്യാൻ വിട്ടത്? ഗ്രാമിൻ നിന്നെ പിടിക്കുന്നത് ഫെയിലായി. സമയം വൈകി, ഉറങ്ങിക്കോ. എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞ് അക്കിര അവിടെ നിന്ന് കടന്നു പോകും. പിന്നീട് ഗ്രാമിനെയായിരിക്കും കാണിക്കുക. അവൻ കാസ്റ്റലിൽ കൂളായിരിക്കുകയായിരിക്കും. നാളെക്കുള്ളിൽ അമേലിയെ കണ്ടെത്തണം. അവരെന്നിട്ട് അവിടെ കെട്ടിയിട്ട് 2 സോൾജേഴ്സിനെ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് കൊല്ലും. ഗ്രാമിൻ്റെ അസിസ്റ്റൻ്റ് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ്. ഈ ലൂസേഴ്സ് അവരുടെ ലൈഫ് മാനയുടെ സപ്ലൈ യൂസ് ചെയ്താൽ 1 കൊല്ലത്തിനുള്ളിൽ മരിക്കും. പക്ഷേ ബൂസ്റ്റേഴ്സ് എൻ്റെ പക്കൽ കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തിരുത്താനായി. ഞാൻ പ്രിൻസസ് അമേലിയ ഡീമൺസിന് കൊടുത്താൽ എൻ്റെ പക്കൽ അതിനുള്ള മെറ്റീരിയൽസ് കിട്ടും. അതുപയോഗിച്ച് ബൂസ്റ്റേഴ്സ് ഉണ്ടാക്കി ഹയർ കാലിബർ ആയിട്ടുള്ള സോൾജേഴ്സിന് ഉണ്ടാക്കാം. പിന്നീട് അക്കിരയായിരിക്കും കാണിക്കുക. ഞാൻ അവനെ കൊന്നിട്ടില്ലെങ്കിൽ അമേലിയയെ അന്വേഷിച്ച് അവൻ വീണ്ടും വരും. മാത്രമല്ല സാറനെ അവൻ ഇൻസൾട്ട് കളിയാക്കി. അവൻ അവൻ്റെ ഫാമിലിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കും. അപ്പോഴായിരിക്കും കമാൻഡർ സാറൻ കൊടുത്ത കിഴി അവൻ ഓർക്കുക. അവൻ അത് തുറന്നു നോക്കും. അതിൽ സാറിൻ്റെ ഒരു റെക്കോർഡറായിരിക്കും ഉണ്ടാവുക. ഞാൻ ഇത് റെക്കോർഡ് ചെയ്തത് എനിക്ക് എന്തെങ്കിലും തെറ്റായി സംഭവിച്ചാലാണ്. ഞാൻ പറയുന്നത് ഫ്യൂച്ചർ അല്ല. പക്ഷേ നീ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതൊരു വലിയ സീക്രട്ടൊന്നുമല്ല. ക്ഷമിക്കണം, ഡിസപ്പോയിൻ്റ് ആയോ? നീ ഒരു ദിവസം എന്തായാലും നിൻ്റെ വീട്ടിൽ തിരിച്ചു പോവും. ഒരു ലാൻഡ് എപ്പോഴും പീസ്ഫുൾ ആയിരിക്കണം. അതുകൊണ്ട് അവഞ്ച് ചെയ്യുവാനൊന്നും ചിന്തിക്കരുത്. അക്കിരയ്ക്ക് സാറൻ്റെ ഓരോ വാക്കുകൾ കേട്ട് സങ്കടം വന്ന് കരയും. എന്തിന്? നീ വേൾഡിൽ നടക്കുന്നതിന് ഒന്നും ഈ റെസ്പോൺസിബിൾ അല്ല. കൂടാതെ എൻ്റെ ഡെത്ത് നാച്ചുറലായി നടന്നതാണ്. ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം റിവെഞ്ച് എന്ന് പറയുന്ന മോശം വഴിയാണ്. പക്ഷെ നീ ഒരുപാട് ഇൻ്റലിജൻ്റ് ആണ്. നിനക്കും എനിക്കും അതറിയാം. അക്കിര കരയും. എനിക്ക് എല്ലാം മനസ്സിലായി. ജീവിതം നമ്മുടെ കൺട്രോളിലല്ല. എനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസമാണ്. നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ നിന്നെ എന്തിനാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത് എന്നതായിരിക്കും. ഞാൻ ചിന്തിച്ചത് ഞാൻ നിന്നെ ഒരുപാട് മോഹിപ്പിച്ചു അക്കിര. എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ വീഡിയോ അവിടെ തീരും. എന്നോട് ക്ഷമിക്കണം, എനിക്കത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. പിന്നീട് കാണുന്നത് ക്രോ അക്കിരയോട് ചോദിക്കും, നീ പോവുകയാണോ? അതെ. നിങ്ങളോ? നീ എൻ്റെ ഡേർട്ടി വർക്ക് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ അവനെ കൊല്ലാൻ പോവുകയാണ്. നീ ബൂസ്റ്റർ സോൾജേഴ്സിനെ എങ്ങനെ നേരിടും? എനിക്കതറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഞാൻ അധികം ബ്ലഡ് വീഴ്ത്തില്ല. ഓക്കെ അല്ലേ? അക്കിര അവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ അമേലിയ പുറകിൽ നിന്ന് വിളിക്കും, അക്കിര നീ ആരെയും കൊല്ലരുത്. നീ ഇവിടെ പോവരുത്. ഞാൻ തെറ്റാണോ? അല്ല, നീയാണ് ശരി. പിന്നെ എന്താ? എന്നെ വെറുതെ വിട അമേലിയ. അമേലിയ അത് കേട്ട് കരയും. അക്കിര നൈറ്റിനെ കണ്ട് നീയും എൻ്റെ കൂടെ വരുന്നോ? വരണമെന്നുണ്ട്. എന്നാൽ നീ വരേണ്ട. ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യും. നിങ്ങളുടെ ആഗ്രഹം പോലെ മാസ്റ്റർ. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കാസ്റ്റലിൽ കാവൽ നിന്ന ഓരോ സോൾജേഴ്സിനെയും ഡിഫീറ്റ് ചെയ്ത് അക്കിര കാസ്റ്റലിൻ്റെ ടോപ്പിൽ നിൽക്കും. വേറൊരുത്തനും അവിടെ ഉണ്ടാവും. അവൻ സൈലന്റ് അസാസിനായ അക്കിരയെ കണ്ട് ഷോക്കാവും. ഞാൻ എൻ്റെ ടാർഗറ്റിന് ഇവന് ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അക്കിര, ഇവൻ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ടാർഗറ്റിനെയും എനിക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. ഈ നിമിഷം സാറിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത്. ആ ഹിറ്റ്മാൻ അക്കിരയെ ഒരുപാട് അറ്റാക്ക് ചെയ്യുമെങ്കിലും അവനെ അക്കിര ഡിഫീറ്റ് ചെയ്ത് നിലത്തിടും. എന്നിട്ട് ഗ്രാമിൻ്റെ റൂമിൽ പോയി അവനെ കൊല്ലാൻ വാൾ ഉയർത്തും. ഈ സീനാണ് നമ്മൾ എപ്പിസോഡിൻ്റെ 1 തുടക്കത്തിൽ കണ്ടത്. പിന്നീട് അവിടെ എന്ത് നടന്നു എന്ന് കാണിക്കില്ല. സീൻ കട്ട് ചെയ്ത് അക്കിര അമേലിയയുടെ അടുത്ത് വരും. എന്നോട് ക്ഷമിക്കണം. അമേലിയ, എന്തിനാണ് നീ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ഞാൻ നിന്നെ തടയാൻ നോക്കിയതല്ലേ? പക്ഷെ അപ്പോഴത്തേക്കും അമേലിയ അക്കിരയുടെ ഫേസിൽ ശ്രദ്ധിക്കും. എൻ്റെ മൈൻഡ് അവനെ കൊല്ലാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ അതിനുള്ള സമയമായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൈ വിറച്ചിരുന്നു. ഞാൻ ഗ്രാമിനെ കൊന്നപ്പോൾ എനിക്കൊന്നും അനുഭവപ്പെട്ടില്ല. എനിക്ക് എന്നെക്കുറിച്ച് ഓർത്ത് തന്നെ പേടിയാകുന്നു. ഒരു റിയൽ അസാസിൻ ആവുമെന്നതിൽ. ഞാൻ കിങ്ങിനെ കൊന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. അമ്മേനെ, ഇതൊന്നും നിൻ്റെ തെറ്റല്ല. നീ ഇന്നലെ കണ്ട ആളല്ല. നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ആളുമല്ല. അവൻ ഇനി തിരിച്ചു വരില്ല.
എന്നോട് ക്ഷമിക്കണം അമേലി, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. നീ എങ്ങനെയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞ് അക്കീരയെ കെട്ടിപ്പിടിക്കും. എനിക്ക് ഭാവിയിൽ എന്ത് നടക്കുമെന്ന് അറിയില്ലായിരിക്കും. ചിലപ്പോൾ ഒരു മോൺസ്റ്റർ ആയെന്ന് വരാം. പക്ഷേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോവാം. നൈറ്റ്, എന്നെയും നിങ്ങൾ മറക്കേണ്ട. ഞാൻ എൻ്റെ ലൈഫ് ഞാൻ മാസ്റ്ററിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അക്കീര ശരി എന്ന രീതിയിൽ തലയാട്ടും. പിന്നീട് ലിയ ഗ്രാം ക്ലസ്റ്ററിനെ അസാസിനേറ്റ് ചെയ്തു എന്നത് കേട്ട് ഒന്ന് ഷോക്കാവും. ഇതവനാണോ ചെയ്തത്? പിന്നീട് സുക്കാസയോട് എൻ്റെ ഇല്യൂഷൻ സ്കില്ലിൽ അക്കീര പ്രശ്നത്തിൽ പെടുന്നത് കണ്ടു. സുക്കാസ്, അങ്ങനെയൊന്നും പറയല്ല, എന്നോടത് പറയണ്ട, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെയല്ല, അക്കീര മരിക്കുമോ ഇഞ്ചുറി പറ്റിയതോ ഒന്നുമല്ല. അവനെന്തോ ട്രാൻസ്ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ കണ്ടാൽ നമ്മൾക്ക് അവനോട് ചോദിക്കാം. പിന്നീട് ലാറ്റി ഒരു വീടിൻ്റെ മുകളിൽ കയറി അക്കീരയെയും നോക്കും. എനിക്ക് കാണണമായിരുന്നു നീ അപ്പോൾ എന്ത് ചെയ്യുമെന്ന്. അക്കീര, ക്രോയെയും നിങ്ങളും ഞങ്ങളുടെ കൂടെ വരണം. ക്രോ അതിന് സമ്മതിക്കും. അവിടുന്നിട്ട് തിരിഞ്ഞു നടക്കും. അമേലിയയും നൈറ്റും എന്നെ ഒരു അസാസിനായി അംഗീകരിച്ചു. എനിക്കറിയില്ല എൻ്റെ വേൾഡിലേക്ക് എനിക്ക് തിരിച്ചു പോകാനുള്ള അവകാശമുണ്ടോ എന്നതിൽ. പക്ഷേ ക്യോസുകയും സുക്കാസയും മറ്റുള്ളവരും തീർച്ചയായും തിരിച്ചു പോകും. പക്ഷേ ഞാൻ എൻ്റെ ജോലി തുടരും, ഒരു അസാസിനായി. എന്ന് പറയുന്നതോടെ മൈ സ്റ്റാറ്റസ് ആസ് എൻ അസാസിൻ ഒബ്വിയസ്ലി എസീഡ് ദ ഹീറോസ് എന്ന് പറയുന്ന ഈ ആനിമി സീരീസ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്. അടുത്തതായി ഏത് ആനിമയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ക്ലാസ് റൂം ഓഫ് ദി എലൈറ്റിൻ്റെ സീസൺ 4 അങ്ങനെ റിലീസായിട്ടുണ്ട്. അതിൻ്റെ എപ്പിസോഡ് 1ൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഉടനെ തന്നെ വിടുന്നതാണ്. സോ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.